രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റേ അത് നമുക്ക് ഈ പരത്താതെയും കുഴക്കാതെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പൊതുവെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണത്. വെറുതെ മാവ് കോരി വെച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതാണെങ്കിലോ നല്ല ലെയറോട് കൂടി തന്നെയായിരിക്കും ഇത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലേക്ക് മാവ് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 കപ്പ് + 1 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. വെറുതെ അങ്ങ് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലില്ലാതെ ആ കളറ് കിട്ടുന്ന വരെ നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് മിക്സ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ആ കളറൊന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്ന ചട്ടി ഉണ്ടല്ലോ, എപ്പോഴും അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആയിരിക്കണം. നല്ല പോലെ ചൂടായിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഹോൾ വീഴും. അങ്ങനെ വീഴുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നല്ലപോലെ ചൂടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് ഇത് ആ ഒരു ഹീറ്റൊന്ന് ബാലൻസ് ചെയ്തതിനും ശേഷം മാത്രമേ നമ്മളിത് ഇതിലേക്ക് മാവ് ഒഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് അങ്ങ് മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. 1 or 2 തവി കേട്ടോ. അതിന് ശേഷം ഇത് മുകൾ ഭാഗം ഒന്ന് സെറ്റായതിന് ശേഷം ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എണ്ണയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഇതിലിങ്ങനെ ബബിൾ വരുന്ന സമയത്തേ ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ ആ ബബിൾ ഒന്ന് പോയിട്ട് ലെവലായി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഇങ്ങനെ ബബിൾസ് വരും. ആ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ നല്ല പോലെ പൊങ്ങി വരുന്നവരെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഭാഗം അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് നല്ല പോലെ പൊങ്ങി അങ്ങ് വരും കേട്ടോ. അതുപോലത്തെ ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ടൈമൊന്നും ഇതിന് എടുക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹീറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ചൂടാണെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊന്ന് തണുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അടുത്തത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ തവണയും നമ്മൾ വെള്ളം കുടഞ്ഞ് അന്ന് ഇതൊന്ന് ബാലൻസ് ചെയ്യുക കേട്ടോ ചൂട്. അല്ലേ നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നീർദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഹോളുണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഹോൾ ഇങ്ങനെ വീഴും. അങ്ങനെ ഹോൾ വീണാൽ പിന്നെ ഇത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നിങ്ങൾ ചട്ടിയുടെ ആ ഒരു ചൂട് എപ്പോഴും ഒന്ന് ലെവലായിട്ട് എടുക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ 1, 2, 3 മൂന്നാമത്തെ മറയിൽ ഇതുപോലെ അങ്ങ് പൊള്ളച്ച് വരും കേട്ടോ. നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ്. ആദ്യം ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കും, അതിനുശേഷം അതൊന്ന് വെള്ളം വലിയെന്ന് പറയും. ആ സമയത്ത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് മൂന്നാമത്തെ മറ ഇതുപോലെ നമ്മൾ തിരിച്ചിടുമ്പോഴാണ് നല്ല പോലെ പൊങ്ങി വരിക. അതേ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പത്തിരിക്ക് നമുക്ക് എടുക്കുന്നത്. ഇത് പത്തിരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റോട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ മൈദയിൽ ചെയ്തെടുക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ് അതിനുണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ച് കട്ടിക്കായിരിക്കും അതുണ്ടാവുക. എപ്പോഴും ടേസ്റ്റ് ഇതിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുക. ബീഫോ ചിക്കനോ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.